ഹായ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് അവർ ജേഡി വ്ളോഗ്. മിനിയൂട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് ഒരു മാസം കഴിഞ്ഞ് 2 ദിവസമായിട്ട് വണ്ടി ഇറങ്ങിയിട്ടാ സത്യം പറയാലോ. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ടൂറിസ്റ്റുകാരെല്ലാവർക്കും തന്നെയാണ്, നമുക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇന്നാണ് ഓടുന്നത്. മിനിയൂട്ടികൾ മുന്നേ പോയിട്ടാണ് ഇത് സെക്കൻഡ് ട്രിപ്പാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. വീട് കണ്ടോളോ എല്ലാവരും. മിനിയൂട്ടി എന്താണെന്ന് കാണിച്ചാൽ ശരിക്കും മിനിയൂട്ടി ഒരു ഊട്ടിക്ക് പോലൊരു ഫീൽ ഉണ്ട് അവിടെ. അതിലൊക്കെ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞങ്ങളോട് രാവിലെ 7:30 എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഞങ്ങളൊരു 7:25 എപ്പോഴും ഞാൻ അഡ്വാൻസ് ആയിട്ട് എത്താറുണ്ട്. കാരണം നമ്മൾ 5 മിനിറ്റ് ലേറ്റ് ആവണമെന്നില്ല, എപ്പോഴും 5 മിനിറ്റ് നേരത്തെ വരില്ല. ഞാൻ എപ്പോഴും ആ കാര്യത്തിൽ എവിടെയും എൻ്റെ ഡ്യൂട്ടിയിൽ അത് ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അത് ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ പോലും നമ്മൾക്ക് കുറച്ച് നേരത്തെ വരണേ നമുക്ക് ഗുണം തന്നെ ചെയ്യുള്ളൂ. ലേറ്റായി വരുമ്പോൾ നമുക്ക് ദോഷം തന്നെ ചെയ്യുള്ളൂ, യാതൊരു സംശയമില്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് എത്തി റോഡ് സൈഡിൽ വണ്ടിയിട്ടുണ്ട്. മനക്കുടി സ്റ്റോപ്പിൽ പേരാമകത്താണ് നമുക്ക് ഈ ട്രിപ്പ് മിനിയൂട്ടിലേക്കുള്ളത്. മിനിയൂട്ടിലേക്ക് ഞാൻ 2ാമത്തെ ട്രിപ്പ് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് പോയപ്പോൾ എന്നോട് അവർ പറഞ്ഞു 6 മാസം മുന്നേ പോയപ്പോൾ 6 മാസം മുന്നേ ഞാൻ അവിടെ പോയപ്പോൾ മിനിയൂട്ടിൽ പോയപ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു ഇത്ര വലിയ ബസ് ഇവിടെ ആദ്യമായിട്ട് നിങ്ങളുടെ ബസ് വന്നിട്ട് കേട്ടോ, വേറെ വന്നിട്ടില്ല. കാരണം ശരിയാണ്, കാരണം ഒരുപാട് കൊണ്ടുപോയി എനിക്കറിയില്ല കേട്ടോ ശരിക്ക്. അത് നിങ്ങൾ ആരെങ്കിലും മുന്നേ 6 മാസം മുന്നേ മിനിയൂട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ 40 സീറ്റിൻ്റെ ബസ് പോയിട്ട് കമൻറ്റിൽ പറയട്ടോ. ഞങ്ങളങ്ങനെ തിരൂര് മലപ്പുറം ജില്ലയിൽ 100 ലേക്കിലെത്തിയിട്ടാ. 50 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. ഇവിടെ വണ്ടി ഇവിടെ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്തു. നമ്മുടെ ബസ് മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടി നിർത്തിയതിനു ശേഷം ആർട്ട് ബ്ലൂ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആർട്ട് ബ്ലൂ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആർട്ട് ബ്ലൂ ഇപ്പോൾ ഞാൻ എപ്പോഴും ലൂസാണ് ടാറ്റന്ന് വാങ്ങിക്കാറ്. ഈ ക്യാൻ ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കൊണ്ടുപോയി. കാരണം ഇത് കോസ്റ്റ്ലി ക്യാനാണ്. കാരണം ദുബായിൽ നമുക്ക് പെട്രോൾ പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലത്തെ ക്യാൻ പർച്ചേസ് ചെയ്യണം. എനക്ക് പമ്പിൽ നിന്ന് നമ്മൾ ബോട്ടിലൊക്കെ ക്യാനായിട്ട് തരില്ല. അപ്പം അത് ഞാൻ നാട്ടിൽ വന്ന ഉപകാരമെന്ന് വെച്ചാൽ കൊണ്ടുവന്നു. കറക്റ്റ് ഉപകാരമായി. ഇത് നമ്മൾ ആർട്ട് ബ്ലൂ ഫില്ലിങ് സ്ഥലം. ഞാൻ ഈസി ആയിട്ട് ആർട്ട് ബ്ലൂ അടിക്കും കേട്ടോ. കാരണം ഇത് ഓൺലൈനിൽ ഇപ്പം വാങ്ങിച്ചു. ഒരു കഷ്ടി ഒരു 5 മിനിറ്റ് കൊണ്ട് അറിയും. കാരണം പണിയെടുപ്പായി. ഈ മറ്റേ ഡിസ്പ്ലേയിൽ റൈറ്റ് സൈഡിൽ വൈറ്റ് കളറിലാണ്. ഒരു സൈഡ് ബ്ലാക്ക് കളർ, ഒരു സൈഡ് വൈറ്റ് കളർ. അത് ലോ കാണിക്കുന്നത് എന്താ ലോ കാണിക്കുന്നത്. ഇതിപ്പോൾ 2 കട്ടയുള്ളൂ. ഈ 2 കട്ടയാവുമ്പോൾ നമ്മൾ ആർട്ട് ബ്ലൂ ഒഴിച്ചിരിക്കണം കേട്ടോ. കാരണം ആർട്ട് ബ്ലൂ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരും. ഓക്കെ, അപ്പോൾ ആർട്ട് ബ്ലൂ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് ഈ ടൈപ്പ് വണ്ടികൾ ഓടിക്കണം. ഒരു ഇപ്പോൾ പറയുന്ന വണ്ടികളൊക്കെ ഡീസൽ വണ്ടിക്കൊക്കെ ആർട്ട് ബ്ലൂ ഉണ്ട് എങ്കിലും പറയണം. ഇപ്പോൾ വേണ്ട കയറി വരാണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്തുള്ളൂ. 2 കട്ടയാകുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കിയാലും അടിച്ചോളൂ കേട്ടോ. എല്ലാ പെട്രോൾ പമ്പിലും കിട്ടും. സ്ഥിരം ഒരു ബ്രാൻഡ് എപ്പോഴും അടിക്കുന്നതാണ് നല്ലത്. കണ്ട ബോളിൽ കയറി പോകാണ്ട്. അപ്പോൾ അത് ഫുള്ളാണെങ്കിൽ ഫില്ലാവും. ഞാൻ 10 ലിറ്റർ വെച്ചു. അപ്പോൾ അപ്പുറത്തെ 2 വൈറ്റ് കളറിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അത് നമ്മുടെ ബ്രേക്കിൻ്റെ ഇതാണ്. ആർട്ട് ബ്ലൂ ആണോ ഫുള്ളായി. പതുക്കെ മുകളിൽ കയറി വേണ്ട. റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഫുള്ളായി. ആർട്ട് ബ്ലൂ ഫുള്ളാണ് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി 100 ലേക്കിൻ്റെ എൻട്രലേക്ക് കയറി. ഫസ്റ്റ് ഞങ്ങൾ മറ്റേ ഇവിടെ ഒരു ഫിഷ് എന്താ പറയുക ഫാമാണ്. ഫിഷ് ഫാം കുളം. ഫിഷ് കുളം. ഞാൻ നേരത്തെ പറഞ്ഞ ഫിഷിനെ വളർത്തുന്ന കുളം എന്നാണ് നമുക്ക് അങ്ങനെ പറയാം. അറിയാത്ത വാക്ക് പറയണ്ടേ. ഞങ്ങൾ ഉള്ളിലേക്ക് പോകുന്ന കണ്ടോ. ഇവിടുത്തെ ഒരാൾക്ക് പെർ ഹെഡ് 50 രൂപയാണ്. പിന്നെ ബോട്ടിങ്ങിൻ്റെ അത് 5 പേർക്ക് 5 പേർക്കാണെങ്കിൽ 300, പെഡൽ ബോട്ടിനാണെങ്കിൽ 100. അത് 2 ആൾക്ക് കേട്ടോ. പക്ഷേ നല്ലൊരു ഏരിയ തന്നെ, നല്ലൊരു സ്പോട്ടാട്ടോ. നമ്മൾ ഈ മലപ്പുറം ഭാഗത്ത് വരെ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. എൻട്രി ഫീസ് 50 രൂപയുള്ളൂ. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇതൊക്കെ മുളങ്കാടുകൾ കണ്ടില്ലേ. ഇത് മലപ്പുറം ഭാഗത്തേക്ക് പറഞ്ഞൊരു ഇത് മിസ്സാക്കരുത് കേട്ടോ. ഇതൊരു ബോട്ടിംഗ് സൗകര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് പോകുന്നത് മിനിയൂട്ടിക്കാണ്, അതായത് കോട്ടക്കൽ. ഇവിടെ വന്നപ്പോൾ മോനെണ്ണ് ഊഞ്ഞാലാണെന്ന് ആഗ്രഹം. അപ്പോൾ ഇവിടുത്തെ ഊഞ്ഞാൽ വെച്ചാൽ ടയറുമ്മയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളങ്കാടും പിന്നെ നമ്മുടെ പാഴ്മരങ്ങളൊക്കെ ആയിട്ട് ഒരു ഹരിത ഭംഗിയായിട്ട് നല്ല രസമായിട്ടാ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല. അപ്പം എല്ലാവരും എന്താ പറയുക 100 ലേക്കൊക്കെ വന്നിട്ട് സന്ദർശിക്കാം. അതെ, ഇതാണ് ഇവിടുത്തെ ഭാഗങ്ങൾ. ഇതിൻ്റെ അടുത്ത് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. എന്നാൽ ടിക്കറ്റ് ഉണ്ട്. പിന്നെ 50 രൂപയല്ലേ ഉള്ളൂ. കാണുന്ന കേട്ടോ 100 ലേക്ക്. അപ്പുറത്ത് ഇത് അങ്ങനെ അങ്ങോട്ട് കുറച്ച് പോകുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങോട്ട് പോകണില്ല. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് അവർ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കും എത്ര പെട്ടെന്ന് പോകണം. ബോട്ടിംഗ് ഉണ്ട് കണ്ടില്ലേ. അധികം ഇതിൻ്റെ ഉള്ളിൽ മുളകളാണ് കേട്ടോ. ശരിക്കും മുളങ്ങട് തന്നെ പറയാം അല്ലേ. നൂർ പാർക്കെല്ലാം കണ്ട് ഞങ്ങൾ നേരെ മിനിയൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. മിനിയൂട്ടിക്ക് കൂടുതൽ 5.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പോകുമ്പോഴേക്കും നമ്മൾ ഈ സ്കൂള് സെൻറ്റ് അൽഫോൺസ പബ്ലിക് സ്കൂള്
മിനിറ്റിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിക്കള്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് കമ്പ്ലീറ്റ് ഭക്ഷണം കഴിക്കാൻ പോയി കഴിയുമ്പോൾ ഞങ്ങളും കഴിക്കാൻ പോകണം. സ്കൂൾ ബസ്സൊക്കെ കണ്ടില്ല, ഒരുപാട് ഇന്ന് മുടക്കായതുകൊണ്ട് ഇവിടെ ഒരു അനക്കില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്കൂളിൻ്റെ പരിസരത്ത് വണ്ടി നിർത്തി ഇവിടെ കസ്റ്റമേഴ്സ് പോയി ചോദിച്ചു അവരോട് ഇവിടെ ഭക്ഷണം കഴിക്കട്ടെ ചോദിച്ചു. കഴിച്ചോളെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ പോയത്. നമ്മുടെ ബസ് ഒരു സൈഡിൽ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്തു. ഒരുപാട് സ്ഥലമുണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ. അപ്പോൾ നല്ല രീതിയിൽ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി ഞങ്ങൾ പാർക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങളും അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. അടിപൊളി ഫുഡാണ് കേട്ടോ, അവർ കൊണ്ടുവന്ന ഫുഡാണ്. വീണ്ടും മിനിയൂട്ടിക്ക് എത്തിയിട്ടാണ് മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്ക്. നിങ്ങൾ മിനിയൂട്ടി വരുമ്പോൾ ശരിക്ക് വരേണ്ട സ്പോട്ട് മിനി ഊട്ടി സ്പോട്ട് ശരിക്കും ഇതാണ് കേട്ടോ. കാരണം ഇത് എത്ര നാളും മുന്നേ വേറെ 1-2 ചെറിയ ചെറിയ മിനിയൂട്ടികളുണ്ട്, അവിടെ കയറരുത്. കാരണം ഒരുപാട് ഗൈഡ്സ് അല്ലെങ്കിൽ അതിന് ചുറ്റുപറ്റി പിള്ളേർ അവിടെ ഉണ്ടാവും. അവരെ കാർഡ് പിടിച്ചിട്ടാണ് മെയിൻ സ്ഥലം കേട്ടോ. അതല്ല, ഞങ്ങൾ പ്രത്യേകിച്ച് ചോദിച്ചു വരാം മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്ക്. ഇതാണ് ലാസ്റ്റ് ഇട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വേറെ ഒരു ലാൻഡും ഇല്ല. ലാൻഡ് മീൻസ് ഇവിടുത്തെ മിനിയൂട്ടി പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഗ്ലാസ് ബ്രിഡ്ജ് വേറെ ഒരു ചെറുതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആൾക്കാർ വിളിച്ചുകൊണ്ടും അതാണ് ഗ്ലാസ് ബ്രിഡ്ജ് പറഞ്ഞത്. അതല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് പറഞ്ഞതാണ് ഈ മിസ്റ്റി ലാൻഡ് കേട്ടോ. ഇതിൻ്റെ നോട്ട് ചെയ്ത് വെച്ചോളൂ എപ്പോഴും മിസ്റ്റി ലാൻഡ് നോക്കിയതായി. മിസ്റ്റി ലാൻഡിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം കേട്ടോ. എടുത്ത് പറയുകയാണ് മിനിയൂട്ടി പറഞ്ഞ ഒരു ശരിക്കും വരേണ്ട സ്ഥലമാണ് കേട്ടോ മിനിയൂട്ടി. ഇതിൻ്റെ ഇടയിൽ വേറെ 1-2 ചെറിയ ചെറിയ മിനിയൂട്ടി ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് വിളിച്ച് വരരുത് കേട്ടോ. നിങ്ങൾ ലൊക്കേഷനിൽ മിനിയൂട്ടി അടിച്ച് വന്നാൽ മതി. ഞാൻ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമ്പർ തരാം, ഇതിൻ്റെ മെയിൻ ആളുടെ നമ്പർ. അപ്പോൾ അവർ നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ട് തരും. അല്ലെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ നോക്കിയിട്ട് വരികയാണെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾ ലൊക്കേഷൻ ഇട്ട് വരികയാണെങ്കിൽ ഇതിന് മുന്നേ ഒരു മിനിയൂട്ടി ചെറുതുണ്ട്, അവിടേക്ക് എത്താൻ കേട്ടോ. അവിടേക്ക് എത്തുക. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് നമ്പർ ആവശ്യക്കാർ ചോദിച്ചാൽ തരാം കേട്ടോ. ചുരുക്കം വേണമെങ്കിൽ ശരിക്കൊരു മിനിയൂട്ടി തന്നെ കേട്ടോ, യാതൊരു സംശയമില്ല. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലം ഉണ്ടെന്ന് എത്ര പേർക്കറിയാം. കാരണം ഇതിപ്പോൾ ഞാൻ 2ാമത്തെ തവണ വരുന്നത്. ഞാൻ ബസ്സായിട്ട് 2ാമത്തെ തവണ വന്നത്. അതിന് മുന്നേ ഞങ്ങൾ പേഴ്സണലായിട്ട് ഫാമിലി കാറായിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ചെറിയൊരു തണുപ്പുണ്ട്. കാരണം നല്ല അഫോർഡബിൾ പ്രൈസിൽ നിന്നൊക്കെ വരാൻ പറ്റും. നല്ലൊരു ഒരു ദിവസം അടിച്ച് പൊളിച്ച് ഫാമിലിയായിട്ട് വരാൻ പറ്റും. അടിപൊളി സ്പോട്ടിന് കേട്ടോ മിനിയൂട്ടി. ഇവിടെ വന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. ഓരോന്നിൻ്റെ പ്രൈസ് കൂടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കോംബോ ടിക്കറ്റ് 40% ഡിസ്കൗണ്ട് ഒരുപാട് കേട്ടോ. എല്ലാത്തിനും അഡീഷണൽ പൈസ പറയണം. ഇവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലാസ് ബ്യൂട്ടി പറയാൻ ഇത് വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നില്ല കേട്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻട്രി ടിക്കറ്റ് പെർ ഹെഡ് 200 കേട്ടോ. അത് പാക്കേജിൽ അവരെ വിളിച്ച് പറഞ്ഞ് വരികയാണെങ്കിൽ ഫാമിലി പാക്കേജിൽ വരികയാണെങ്കിൽ അവർ കുറച്ച് ഇളവ് തരും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകിച്ച് പറഞ്ഞു എൻട്രി തരണം കേട്ടോ. 5 വയസ്സിൽ താഴെ കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. ഇത് പെറ്റ്സ് പാർക്കിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, ഞാൻ പറയുള്ളൂ മാത്രം. ഇവിടുത്തെ എൻട്രി ഫീസ് കൂടാതെ നമ്മൾ ഓരോന്നിൻ്റെ ഉള്ളിലേക്കും പോകുന്നതിന് അഡീഷണൽ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. ഞാൻ വീണ്ടും എടുത്ത് പറയേണ്ട, ഗ്ലാസ് ബ്രിഡ്ജിൽ 200 പെർ ഹെഡ്. 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് പൈസ വേണ്ട, ചാർജ് ഇല്ല കേട്ടോ. നല്ലൊരു സ്ഥലം തന്നെ കേട്ടോ. ഞാൻ വീണ്ടും എടുത്ത് പറയണം. ഇപ്പോൾ ചെറുതായിട്ട് നല്ല ഒരു തണുത്ത കാറ്റ് വരുന്നുണ്ട്. അതാണ് പ്രത്യേകിച്ച് മിനിയൂട്ടിൽ പറയാൻ കാരണം. നോക്കുമ്പോൾ ഒരു ഊട്ടിയിലെ ഒരു എന്താ പറയുക ഫീൽ തോന്നുന്നില്ലേ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നടന്ന് കണ്ട് ശേഷം കുറച്ച് നേരം എന്നാലും കുഴപ്പമില്ല, ചൂടറിയില്ല. കാരണം ഒരാളും കാറ്റുണ്ട്. എന്നാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ വിചാരിച്ചു. തിരക്ക് വളരെ കുറവാട്ടോ, വളരെ കുറവാണ്. ആളുകൾ ശരിക്കും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയില്ല. അധികം വെള്ളം കുടിച്ചിട്ടാണ്. ഇനി മിക്കവാറും നാളെ ഞായറാഴ്ച നാളെ മിക്കവാറും ആൾക്കാരൊക്കെ പുറത്തിറങ്ങും. ഇവിടെ 2 ഗ്ലാസ് ബ്രിഡ്ജുണ്ട് കേട്ടോ. ഒന്ന് ചെറിയ ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്, ഒന്ന് വലുതുണ്ട്. വലുതാണ് ഈ മിസ്റ്റി ലാൻഡ് എഴുതി വെച്ചിട്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇവിടെ ഞങ്ങൾ മിനിയൂട്ടിയിൽ നിന്ന് നേരെ വിട്ടതും മലപ്പുറത്തേക്ക് കേട്ടോ. പ്രോപ്പർ മലപ്പുറത്ത് മിറാക്കൽ ഗാർഡനിലാണ് ഇപ്പോൾ. ഗ്രീൻ കളർ ബോൾ പോലത്തെ കളർ ഹൊറർ തിയേറ്ററാണ് കേട്ടോ. മിറാക്കൽ ഗാർഡൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. കൊട്ടക്കുന്ന് 2 അടുത്തടുത്താണ് കേട്ടോ. ഒരൊറ്റ കോമ്പൗണ്ടുള്ള 2 മലപ്പുറം ജില്ല കൊട്ടക്കുന്ന്. അത് എത്ര പേര് ഇവിടെ ഒന്നും അറിയില്ല, ഞാൻ ഫസ്റ്റ് വരുന്നത്. ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇത് മിറാക്കൽ ഗാർഡൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഞങ്ങളുടെ മിനിയൂട്ടിയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മിറാക്കിൾ ഗാർഡൻ മിറാക്കിൾ ഗാർഡൻ അത് മലപ്പുറത്താണ്, പ്രോപ്പർ മലപ്പുറത്താണ്.
അപ്പൊ ഞങ്ങളുടെ വീഡിയോ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബാക്കി പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഇവിടെ ബെൽ ബട്ടൺ അടിക്കുക. അതിന്റെ ഒപ്പം തന്നെ ഓർന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഞങ്ങളിവിടെ ഇവിടെ കമ്പ്യൂട്ടർ കറക്കിട്ട് രണ്ടെണ്ണം മുഖം നോക്കിയേ. പിന്നെ അതും കൂടെ തന്നെയല്ല, നമ്മളൊരു പാക്കേജ് ബുക്കും കൂടി ഇട്ടുണ്ട്. അപ്പോ എല്ലാവരും നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യാൻ വേഗം തന്നെ വിളിക്കണം. മെയ് 3 കേട്ടോ. വൺ ഡേ ട്രിപ്പ് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. 1300 പറഞ്ഞാൽ ഫുഡ് മീൻസ് ലഞ്ചുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് വിളിക്കട്ടെ, കുറച്ച് സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ വരുമായിരിക്കും.